ഫിസിക്കലി ഐ എം ഓൾ റൈറ്റ്, ദാറ്റ് ഐ നോ. ഇനി മാനസികമായി വല്ല പ്രയാസവും ഉണ്ടോ എന്നറിയാനാണ് ഡോക്ടർ പ്രസാദിനെ തന്നെ കാണാമെന്ന് വെച്ചത്. കേട്ടിടത്തോളം ഇതിൽ വലിയ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. നിങ്ങൾ ഭാര്യയ്ക്ക് യോജിച്ചവനല്ല എന്നൊരു സംശയം ഉപബോധ മനസ്സിൽ സൂക്ഷിക്കുന്നു. പ്രായവ്യത്യാസം കൊണ്ടാകാം. എങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ചാൽ എല്ലാം ശരിയാക്കാം. ഓൾ റൈറ്റ് ഡോക്ടർ, ഇന്ന് മുതൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അപ്പടി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, അടുത്ത ആഴ്ച കാണാം. നേരെ വീട്ടിലേക്ക് തന്നെയല്ലേ? അല്ല, എന്റെ അക്കൗണ്ട്സ് മുഴുവൻ തല കീഴായിട്ട് കിടക്കുകയാണ്. മിസ്റ്റർ ദാസ് അക്കൗണ്ടിൽ ഒരു കാലിനാണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ടാറ്റാ. അങ്ങനെ പിടിക്കാറുണ്ട. പോട്ടെ, ഹോട്ടലിൽ പോയി കഴിക്കാം. ഇതെന്തൊരു നാണക്കേടാ, ഇതിനൊക്കെ ഒരു നേരം കാലമില്ലേ? ഓ പിന്നെ പഞ്ചാംഗം നോക്കിയല്ലേ എല്ലാവരും ശൃംഗരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. നിനക്ക് ഒളിച്ചുകളി അറിയാമോ? ഒളിച്ചുകളിയോ? ഒളിച്ചുകളി നീ ഒളിക്ക്, ഞാൻ കണ്ടുപിടിക്കാം. പിന്നെ കൊച്ചു കുട്ടികളല്ലേ ഒളിച്ചു കളിക്കാൻ? വാ ഇവിടെ. അയ്യോ, കണക്കായി പോയി. മോശം. ഹലോ സർ, വരണം. ഇരിക്കണം സർ. എന്താ പുതിയ ഓഡിറ്റിംഗ് കൺസേൺ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എവിടം വരെയായി? നടന്നുകൊണ്ടിരിക്കുന്നു. ദേവു, ആരാ വന്നിരിക്കുന്നത് നോക്കിക്കേ. നമസ്കാരം. നമസ്തേ. എന്താ അകത്ത് ജോലിയായിരുന്നെന്ന് തോന്നുന്നു. അതെ. സാറിന് എന്ത് വേണം കുടിക്കാൻ? കാപ്പി, ചായ, ഹോർലിക്സ്? നോ 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 നോ, എനിക്ക് ഒരു ഗ്ലാസ് തണുത്ത മോര് മതി. യെസ്റ്റർഡേ ഐ ഹാഡ് എ ഹെവി നൈറ്റ്. ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ എങ്ങനെയുണ്ട് സാർ സാറിന്റെ പുതിയ മാരീഡ് ലൈഫ്? വെരി ഹാപ്പി, പരമാനന്ദം. പിന്നെ ദാസ് ഇരിക്കൂ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ വിശേഷിച്ച്? ഈ ഇൻകം ടാക്സുകാർ എന്നെ ഇട്ട് വെള്ളം കുടിപ്പിക്കുക. ഇൻകം ടാക്സ്, അഡീഷണൽ ടാക്സ്, സൂപ്പർ ടാക്സ്, സർചാർജ്, ഒന്നും പറയേണ്ട തലവേദന. ഞാനാണെങ്കിൽ കുറെ നാളായിട്ട് ഇതോട്ട് ശ്രദ്ധിച്ചതുമില്ല. ഇപ്പൊ അക്കൗണ്ട് ബുക്ക് എടുത്ത് നോക്കിയാൽ എനിക്ക് ബിപിയും കൂടും, ഹാർട്ട് അറ്റാക്ക് വീണ്ടും വരും. അപ്പപ്പോഴുള്ളത് അപ്പപ്പോ തീർത്താൽ ഈ കുഴപ്പമുണ്ടോ? അപ്പോ നിങ്ങളെപ്പോലെയുള്ളവർക്ക് ജോലി വേണ്ടേ? ദാസ് ഇതൊക്കെ ഒന്ന് ശരിപ്പെടുത്തണം. എന്ത് പ്രതിഫലം വേണമെങ്കിലും ഞാൻ തരും. പ്രതിഫലത്തിന്റെ കാര്യം ഇരിക്കട്ടെ, ഇക്കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ദാസ് സൗകര്യം പോലെ ഓഫീസിലേക്ക്, താങ്ക് യു, ഓഫീസിലേക്ക് വരണം. കമ്പനി ഓഫീസിലേക്കല്ല, വീട്ടിലെ ഓഫീസിലേക്ക്. വീട്ടിലോ? അപ്പോൾ കള്ളക്കണക്കിൽ ധാരാളം കാണുമെന്ന് അർത്ഥം. ഓഫ് കോഴ്സ്. പിന്നെ ഞാൻ ഈ ഉണ്ടാക്കുന്നതെല്ലാം സർക്കാരിന് കൊടുത്താൽ ഞാൻ ഈ നിലയിലെത്തും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ധൃതിയായോ? ഊണ് കഴിഞ്ഞിട്ട് പോകാം. നോ താങ്ക് യു, വൈഫ് എന്നെ കാത്തിരിക്കും. എങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. കറക്റ്റ്. അപ്പൊ നിങ്ങളുടെ പാതയിൽ നടക്കട്ടെ. ടാറ്റാ. ടൈഗർ ഗോ അവേ. അനിതേ, നിനക്ക് ഈ ഒളിച്ചുകളി അറിയാമോ? ഒളിച്ചുകളിയോ? ഒളിച്ചുകളി വളരെ ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. നീ ഇങ്ങനെ പ്രതിമ പോലെ നിന്നാലോ, നീ എല്ലാത്തിനും ഇങ്ങനെ മടുപ്പ് കാണിച്ചാൽ ഞാനും മടുത്തു പോകും. അല്പം എനർജറ്റിക് ആയിട്ടിരിക്കണ്ടേ? എനിക്ക് വൈകിയ കുട്ടിക്കളി. കുട്ടിക്കളിയല്ല. വേണ്ടെങ്കിൽ വേണ്ട. എനിക്കിന്നെന്തോ ഭയങ്കര ആരോഗ്യം തോന്നുന്നു. ഡോക്ടറും പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. ഞാനേ ഒളിച്ചുകളി പഠിപ്പിച്ചു തരാം. Come on. ഇവിടെ വാടി പിന്നെ ഇന്ന് നിന്നെ ഞാൻ എനിക്കൊന്നുമില്ല. നെഞ്ചുവേദന ഒന്നുമില്ല. ഐ ആം ഓൾ റൈറ്റ്. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. അതിരാവിലെ എനിക്ക് ഒരാളെ കാണാനുണ്ട്. നേരത്തെ കിടന്നുറങ്ങിയാൽ നേരത്തെ എഴുന്നേൽക്കാം. റൈറ്റ് ഓൺ. ഗുഡ് നൈറ്റ്. അവന്റെ ഒരു ആരോഗ്യം.
ലെറ്റർ കംപ്ലീറ്റ് ചെയ്തില്ല. കംപ്ലീറ്റ് ചെയ്യണ്ട. സർ, അമേരിക്കൻ പാർട്ടിയുടെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. 2 ആഴ്ചക്കകം തന്നെ ആദ്യത്തെ ലോട്ട് അയക്കണമെന്ന്. പോയിക്കോളൂ, വിളിക്കാം. ലണ്ടനിൽ നിന്നും കോൾ വന്നിരുന്നു. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത സാധനം റിജക്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് അല്പം റെസ്റ്റ് വേണം. ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് വീണ്ടും ഒരു കോൾ ഉണ്ടായിരുന്നു. ഐ വാണ്ട് റെസ്റ്റ്, ഐ സേ. ഗെറ്റ് ഔട്ട്. ആരാ? കൈമൾ സാറില്ലേ? കമ്പനിയിലേക്ക് പോയി. ടൈഗർ, ഇതിനെവിടെങ്കിലും തളച്ചാൽ കൊള്ളാം. ഈ സാധനത്തെ എനിക്ക് അല്പം പേടിയാണ്. എന്തിനാ വന്നത്? ഞാനൊരു ഓഡിറ്ററാണ്. ഇവിടെ കുറെ ജോലിയുണ്ടെന്ന് പറഞ്ഞു. ശരി, അദ്ദേഹം വരട്ടെ. ഓക്കെ. എക്സ്ക്യൂസ് മീ, ഐ ഹാവ് ടു മേക്ക് എ ഫോൺ കോൾ ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓഫീസിൽ ഫോൺ പൂട്ടിയിരിക്കുക. മോണിൽ ഫോൺ ഉണ്ടോ? ഉണ്ട്, ഈ വഴി വയ്ക്കുള്ളൂ. താങ്ക് യു. ടൈഗർ, ടൈഗർ, ടൈഗർ. അവനെ കെട്ടിയിട്ടിരിക്കുന്നു. എന്തിന്? ആ ഓഡിറ്റർ വന്നിരിക്കുന്നു. അയക്ക് പേടിയാണെന്ന് പറഞ്ഞു. ആര്? ദാസോ? എന്നിട്ട് എവിടെ? മോളി ഫോൺ ചെയ്യുന്നു. ഒന്ന് ചുമ്മാ തിരടി പെണ്ണേ. വയ്ക്കട്ടെ. സ്വീറ്റ് കിസസ്. ഞങ്ങൾ ഒന്നും കേട്ടില്ല. ആട്ടെ, കുറച്ചു നേരമായോ വന്നിട്ട്? കുറച്ചു നേരമായി. വണ്ടി കണ്ടില്ല? വണ്ടി വർക്ക്ഷോപ്പില്ല. ഓൾറൈറ്റ്, ഇരിക്കൂ. അനിതേ, എനിക്ക് പരിചയമുള്ളതിൽ വെച്ച് ഏറ്റവും സമർത്ഥനായ ഒരു ഓഡിറ്ററാണ് മിസ്റ്റർ മോഹൻ സുന്ദരദാസ്. ദാസ്, നമ്മുടെ ജോലി ഇന്നു മുതലേ തുടങ്ങിക്കളയാം. ഇനി കുറച്ചു കാലത്തേക്ക് എനിക്ക് നല്ലൊരു കൂട്ടായി. അപ്പോൾ ഇതുവരെ കൂട്ടിന് ആളില്ലായിരുന്നു. എന്നല്ല, എന്താ, വീട് വിട്ടു കഴിഞ്ഞാൽ പല പ്രോബ്ലംസ് അല്ലേ. ബൈ ദ ബൈ, അനിതേ, ദാസിന് കുടിക്കാൻ വല്ലതും കൊടുത്തോ? ഒരു നല്ല വാക്ക് പോലും ഇതുവരെ പറഞ്ഞില്ല, പിന്നല്ലേ കുടിക്കാൻ. നമ്മളെപ്പോലെ സൊസൈറ്റിയിൽ മൂവ് ചെയ്ത് പരിചയമില്ല. അനിതേ, 2 ഗ്ലാസ് ലൈം ജ്യൂസ് ഓഫീസിലേക്ക് കൊണ്ടുവരും. വരുതാ, നമുക്ക് ഇതിലെ ഓഫീസ് റൂമിലേക്ക് പോകാൻ വഴിയുണ്ട്. കമാ. എന്താ ദാസ്, വല്ല പിടിയും കിട്ടുന്നുണ്ടോ? ദാസ് എന്നെ ഒന്ന് രക്ഷിച്ചേ പറ്റൂ. ഈ റൂം വിട്ടു തന്നിരിക്കുന്നു. ഓ, എക്സ്ക്യൂസ് മീ, ഇപ്പൊ വരാം. ഞാനിവിടെ വന്നതിന് ശേഷം മനുഷ്യര് ഭയപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങളോടും. That's all right. ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. അനിതേ, ഇന്നത്തേക്ക് ക്ഷമിക്കണം. ചുരുങ്ങിയത് ഒരു 2 മണിവരെയെങ്കിലും ഞങ്ങൾ 2 പേരും ഇരിക്കണം. ഇരുട്ടാകുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്നാണ് ശ്രീമതി കൽപ്പന. അത്രയ്ക്ക് സംശയമാണോ ദാസിനെ പറ്റി ശ്രീമതിക്ക്? കേട്ടോ, അനിതയ്ക്ക് അങ്ങനെയുള്ള ഒരു സംശയവും എന്റെ പേരിലില്ല. ഒരു 12 മണിവരെയെങ്കിലും. ഇന്നുകൊണ്ട് ഏതായാലും തീരാൻ പോകുന്നില്ല. നമ്മൾ രണ്ടുപേരും കൂടി 1-2 ആഴ്ചയെങ്കിലും ഇരിക്കേണ്ടി വരും. It is all right, all right. Carry on, carry on. ദേവു, നീ എന്റെ സ്വന്തമായിരുന്നില്ലെങ്കിൽ എന്റെ ജന്മം തന്നെ പാഴാകുമായിരുന്നു. ഇതൊക്കെ ആണുങ്ങളുടെ വെറും പ്രശംസയല്ലേ. ഞാനില്ലെങ്കിൽ എന്നേക്കാൾ സുന്ദരിയായ മറ്റൊരുത്തി. എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യത്തിന്റെ അർത്ഥം ദേവു എന്ന 2 അക്ഷരത്തിന് പുറത്തേക്കില്ല. ഒരു ജന്മം കൊണ്ട് അവസാനിക്കുന്നതാണോ നമ്മുടെ ഈ ബന്ധം? ജന്മാന്തരങ്ങളിലൂടെ ലോക അവസാനം വരെ നമ്മൾ ജീവിക്കും. അങ്ങനെയായിരിക്കണേ എന്നാണ് എന്റെയും പ്രാർത്ഥന. ദേവു, നിങ്ങൾ ഓഫീസിലേക്കല്ലേ പോകുന്നത്? അതെ. കൈമൾ സാറിനെ നാളെ വന്ന് കാണാന്ന് പറയൂ. ആരും കഴിയില്ല.
നിങ്ങളായിരുന്നോ? അതെ, ഞങ്ങൾ തന്നെ. നീ ഞങ്ങൾക്കെതിരെ കൊടുത്ത കേസ് പിൻവലിക്കണം. ഗവൺമെന്റിനെ വഞ്ചിക്കാൻ ശ്രമിച്ച കേസല്ലേ? അത് പിൻവലിക്കില്ല. എന്നാൽ ഞങ്ങൾ കോടതിയിൽ കയറുന്നതിന് മുമ്പ് നീ ആശുപത്രിയിൽ കയറും. ഈശ്വര, ഇത് ഗതിയാണ്. പോലീസ്, പോലീസ്! നിർത്ത്. ആശാനെ, ആശുപത്രിയിൽ പോണോ കോടതിയിൽ പോണോ? രണ്ടും ഒപ്പം നടക്കുമെന്നാ തോന്നുന്നു.